Hello everyone, welcome to my channel. Today I am going to teach you set theory in 11th standard. Okay, നമുക്ക് ഇന്ന് some operations on sets നോക്കാം. ഏതൊക്കെ ഓപ്പറേഷൻസ് ആണ് നമ്മളെ സെറ്റ്സിലുള്ള? ഒന്നാമത്തതാണ് യൂണിയൻ ഓഫ് ടു സെറ്റ്സ്. നമ്മൾ രണ്ട് സെറ്റ്സുകളുടെ യൂണിയൻ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ അതായത് എ യൂണിയൻ ബി, ഇതിനെ നമ്മൾ പറയും എ യൂണിയൻ ബി എന്ന് എഴുതും. അങ്ങനെയാണെങ്കിൽ അതെങ്ങനെയാണ് എഴുതുക? എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ഓർ എക്സ് ബിലോങ്സ് ടു ബി. രണ്ടിലും ഉണ്ടാവും. ഇപ്പം എയിലെയും ബിയിലെയും കൂടെ കൂട്ടിച്ചേർന്നുകൊണ്ടുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുക? യൂണിയൻ ഓഫ് സെറ്റ്സിൽ എഴുതുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ ഈസ് ഈക്വൽ ടു 1 2 3 ആൻഡ് ബി ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3 4 5 and 6 ഇങ്ങനെയുണ്ട്. അപ്പോൾ നമ്മൾ എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് എഴുതണം? എയിലെയും ബിയിലെയും കൂടെ ഒരുമിച്ച് എഴുതണം. റിപ്പീറ്റേഷൻ പാടില്ലല്ലോ സെറ്റ്സിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 1 രണ്ടിലുണ്ട്, 2 രണ്ടിലുണ്ട്, 3 രണ്ടിലുണ്ട്, 4 അടുത്തത് 4, പിന്നെന്താണ് 5 6. ഇതാണെന്ത്? എ യൂണിയൻ ബി എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇൻറ്റർസെക്ഷൻ ഓഫ് ടു സെറ്റ്സ് എങ്ങനെയാണ് കാണുക? രണ്ടാമത്തതാണ് ഇൻറ്റർസെക്ഷൻ ഓഫ് ടു സെറ്റ്സ്. ഇൻറ്റർസെക്ഷൻ ഓഫ് ടു സെറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടിലും കോമൺ ആയതില്ല. അത് നമ്മൾ എഴുതുക എങ്ങനെയാണ്? എ ഇൻറ്റർസെക്ഷൻ ബി. അതെന്ന് പറഞ്ഞാൽ എന്താണ്? സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എക്സ് ബിലോങ്സ് ടു ബി. രണ്ടിലുണ്ടായിരിക്കണം. മറ്റേത് നമ്മളെന്താ പറഞ്ഞാൽ? എ ഓർ ബി, എയിലോ അല്ലെങ്കിൽ ബിയിലോ ഉള്ളതാണ് എ യൂണിയൻ ബി. ഇത് രണ്ടിലും ഉണ്ടായിരിക്കണം. രണ്ടിലും കോമൺ ആയിട്ടുള്ളതാണ് നമ്മൾ എടുത്തെഴുതുന്നത്. ഇപ്പം നമ്മൾ എഴുതുകയാണ് എ ഈസ് ഈക്വൽ ടു, എക്സാമ്പിളാണ്, എ ഈസ് ഈക്വൽ ടു എ കോമ ബി കോമ സി ആൻഡ് ബി ഈസ് ഈക്വൽ ടു ബി കോമ സി കോമ ഡി എന്ന് വെച്ചു. അപ്പോൾ എ ഇൻറ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തും? രണ്ടിലും കോമൺ ആയിട്ടുള്ള രണ്ടിലും ഉണ്ടായിരിക്കണം. അപ്പോൾ എ ഇതിൽ ബിയിലില്ല, അപ്പോൾ അതെടുക്കാൻ പറ്റില്ല. ബി രണ്ടിലുണ്ട്, ബിയിലുണ്ട്, ഇയിലുണ്ട്. അപ്പോൾ നമ്മൾ ബി എടുത്തു. അടുത്ത എന്താണ്? സി ഇതിലുണ്ട്, സി എഴുതി. ഡി ഇതിലില്ല, എ ഇല്ല. അപ്പോൾ എ ഇൻറ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെ എഴുതുക? ബി സി രണ്ടിലും കോമൺ ആയിട്ടുള്ളത്. ഇനി നമ്മൾ അടുത്തത് എന്താണ്? അടുത്തത് നമ്മൾ ഡിഫറൻസ് ഓഫ് ടു സെറ്റ്സ് ആണ്. അടുത്ത് നമ്മൾ ഡിഫറൻസ് ഓഫ് ടു സെറ്റ്സ്. ഓക്കെ, ഇതിലെങ്ങനെയാണ് ഡിഫറൻസ് ഓഫ് ടു സെറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? എ മൈനസ് ബി എന്നാണ് അതിനെ പറയുക. എ മൈനസ് ബി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ എഴുതുക എങ്ങനെയാണ്? എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എന്താണ്? എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു ബി. മറ്റേത് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എയിലും ബിയിലും കൂടെ ഒരുമിച്ച് എഴുതുക. എ ഇൻറ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ടുള്ള എഴുതുക. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ ഉള്ളത് മാത്രം എടുത്ത് എഴുതുക, ബിയിലുണ്ടാവരുത്. ഡസ് നോട്ട് ബിലോങ്സ് ടു ബി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എ ഈസ് ഈക്വൽ ടു നമ്മൾ എടുക്കുകയാണ് എന്താണ്? 4 5 6 7 എടുത്തു. ഇനി ബി ഈസ് ഈക്വൽ ടു നമ്മൾ കൊടുക്കുകയാണ് 4 5 ഇത്ര എടുത്തു. അപ്പോൾ എ മൈനസ് ബി എന്ന് പറയുമ്പോൾ എന്താണ്? എയിലും ബിയിലും കൂടി ഉള്ളത് രണ്ടും ഒഴിവാക്കിയിട്ട് എഴുതുമ്പോൾ നമുക്ക് എന്തായിട്ട്? 6 ബിയിലില്ല, 7 ബിയിലില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്തു? 6 7. ഇതാണ് എ മൈനസ് ബി എന്ന് പറയുന്നത്. അടുത്താണ് എന്തെന്ന്? കോംപ്ലിമെൻറ്റ് ഓഫ് എ സെറ്റ്. ഓക്കെ, കോംപ്ലിമെൻറ്റ് ഓഫ് എ സെറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് എഴുതും? അതിനെ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക? എ ഡാഷ് ഓർ എ കോംപ്ലിമെൻ്റ് എന്നാണ് പറയുന്നത്. അതിന് നമ്മൾ ഇതിനെ എ ഡാഷ് അല്ലെങ്കിൽ എ കോംപ്ലിമെൻറ്റ് ഇങ്ങനെയാണ് ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഇത് നമ്മൾ എഴുതുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു എ. ഡസ് നോട്ട് ബിലോങ്സ് ടു എ ബട്ട് എന്താണ്? എക്സ് ബിലോങ്സ് ടു യു. അതായത് എക്സ് എയിലുണ്ടാവരുത്, പക്ഷേ യൂണിയൻ സെറ്റിലുണ്ടാവും. അതെന്ന് പറഞ്ഞാൽ എന്താണ്? യു മൈനസ് എ. അതായത് യുയിലുണ്ട്, എയിലില്ല. അതാണ് യു മൈനസ് എ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കൊടുക്കുകയാണ് എന്താണ്? യു ഈസ് ഈക്വൽ ടു സെറ്റ് 1 2
3, 4, 5, 5 or 6, 7, 8, 9, 10 വരെയുള്ള നമ്പർ കൊടുത്തു. ഇനി നമ്മൾ ബി എന്ന് പറയുന്ന എ എന്ന് പറയുന്ന നമ്പർ നമ്മൾ എന്ത് കൊടുത്തു? എ ഈസ് ഈക്വൽ ടു എ ആണ്. എ ഈസ് ഈക്വൽ ടു നമ്മൾ എന്ത് കൊടുത്തു? 1, 2, 3, 4, 5 വരെ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ എ കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? യുയിൽ ഉള്ളതും പക്ഷേ എയിലുള്ള എലമെൻറ്റ് എയിലില്ലാത്ത എലമെൻറ്റ്, അതെന്ന് പറഞ്ഞാൽ എന്താണ്? 6, 7, 8, 9, 10 വരെയുള്ള എലമെൻറ്റ് എയിലില്ല. ഇത് U-A, അതായത് എയിലുള്ള എലമെൻറ്റ് യുയിലുള്ളത്. അപ്പോൾ യുയിലുള്ള എലമെൻറ്റ് എയിലില്ലാത്ത എലമെൻറ്റ്. അപ്പോൾ ഇവിടെ എന്താണ്? എയിലുള്ള 1, 5 വരെയുള്ള നമ്പേഴ്സേ ഉള്ളൂ. 6, 7, 8, 9, 10 എന്ന് പറയുന്ന നമ്പേഴ്സ് എയിലില്ല. അപ്പോൾ എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 6, 7, 8, 9, 10. ഇതാണ് എന്തെന്ന്? കോംപ്ലിമെൻറ്റ് ഓഫ് എ സെറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ രണ്ട് സെറ്റ്സിൻ്റെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് കാണുകയാണെങ്കിൽ, ഇപ്പം വേറൊരു കാര്യമുണ്ട്. കാർട്ടീഷ്യൻ അപ്പോൾ നമ്മൾ ഇതുവരെ എ കോംപ്ലിമെൻറ്റ് എ ഡാഷ് കണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ എക്സ് ബിലോങ്സ് ടു എ ആണെങ്കിൽ വിച്ച് ഇംപ്ലൈഡ് ബൈ എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു എ കോംപ്ലിമെൻ്റ് ആയിരിക്കും. എക്സ് എയിലുണ്ടെങ്കിൽ എ കോംപ്ലിമെൻ്റ് ഉണ്ടാവില്ല. അതേപോലെ തന്നെ എന്താണ്? എ ഇൻ്റർസെക്ഷൻ എ ഡാഷ് ഈക്വൽ ടു എന്താണ്? 5 ആണ്. കാരണം എന്താണ്? എ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇല്ലാത്ത എലമെൻ്റ് ആണ്. അപ്പം രണ്ടിൻ്റെ ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? 5 ആയിരിക്കും. അപ്പോൾ എയും എ ഡാഷും എന്താണ്? ഡിസ്ജോയിൻറ്റ് സെറ്റാണ്. പിന്നെ എ യൂണിയൻ എ ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? എയിലുള്ള എലമെൻറ്റും എ ഡാഷ് എന്ന് പറഞ്ഞാൽ എയിലില്ലാത്ത എലമെൻറ്റ് രണ്ടിൻ്റെയും കൂടെ യൂണിയൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? യൂണിയൻ സെറ്റ് ആയിരിക്കും. യൂണിയൻ സെറ്റ്, അത് യൂണിയൻ ആയിരിക്കും. അതായത് ആ സെറ്റിനെയായിരിക്കും യൂണിയൻ ഓഫ് 2 സെറ്റ്സ് ആയിരിക്കും അല്ലേ. പിന്നെ നമ്മൾ എ കോംപ്ലിമെൻറ്റ് ഓൾ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ആണ്. അതായത് എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എയിലില്ലാത്ത എലമെൻ്റാണ്. അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ കോംപ്ലിമെൻറ്റിൽ ഇല്ലാത്ത എലമെൻറ്റ്, അതെന്ന് പറഞ്ഞാൽ എയിലുള്ള എലമെൻ്റ് ആയിരിക്കും. അപ്പോൾ അത് ഈക്വൽ ടു എ ആയിരിക്കും. ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ആണ്. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് പ്രോഡക്റ്റ്. ഓക്കെ, കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് 2 സെറ്റ്സ് എന്ന് പറഞ്ഞാൽ 2 സെറ്റ് എയും ബിൻ്റെയും കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുക എന്താണ്? എ ക്രോസ് ബി എന്നാണ് പറയുന്നത്. ദ സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയേഴ്സ് എ ബി വേർ, അതായത് എ എന്ന് പറയുന്ന ഒരു എ ബി എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഓർഡേർഡ് പെയേഴ്സ് ആണ്. അതിൽ എ ബിലോങ്സ് ടു ക്യാപിറ്റൽ എയും ബി ബിലോങ്സ് ടു ക്യാപിറ്റൽ ബിയും ആണെങ്കിൽ എ ക്രോസ് ബി എന്ന് പറയുന്നത് നമുക്ക് എന്ത് എഴുതാം? സച്ച് ദാറ്റ് എ ഓർഡേർഡ് പെയേഴ്സ് എ ബി സച്ച് ദാറ്റ് എ ബിലോങ്സ് ടു ക്യാപിറ്റൽ എ ആൻഡ് എന്താണ്? സ്മോൾ ബി ബിലോങ്സ് ടു ക്യാപിറ്റൽ ബി എന്ന് എഴുതാം. അപ്പോൾ ഇതാണ് എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് എഴുതുന്നത്. എയിലുള്ള എലമെൻറ്റും ബിയിലുള്ളെങ്കിൽ എ ക്രോസ് ബി ഈക്വൽ ടു ഇങ്ങനെ എഴുതാം. ഇനി നമ്മൾ ഇങ്ങനെയാണ് ഇതിൻ്റെ എഴുതുന്നത്. ഇനി നമ്മൾ അടുത്ത ഇതിൽ ഞാൻ വെൻ ഡയഗ്രത്തിനെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.